ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഒരു ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ എന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം വരുന്ന അങ്കത്തട്ടിൽ എന്ന പോലെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന പശീറിയ മത്സരം. എന്റെ കുറച്ച് അതിനകത്തുണ്ട്, തിരിച്ചേരണം. അത് അത് ഞാൻ അറിയാതെ ഞാൻ അതിനകത്ത് കുറച്ചങ്ങ് ഇട്ടുപോയി. പശീറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഉള്ളി അരിയൽ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് അല്ല, അവസാനം ഇത് തൂക്കി വെക്കണം, ആർക്കാ കൂടുതലെന്ന്. ഇന്നലെ മനസ്സിലാവത്തുള്ളൂ കറക്റ്റ്. സുമേഷ് പറയൂ, എന്താണ് അവിടെ നടക്കുന്നത്? എന്തെങ്കിലും അവസാനം നടക്കും. ഒന്നേ അടി അല്ലെങ്കിൽ ഇടി. നമ്മൾ ഓടി രക്ഷപ്പെടേണ്ടി വരുമോ? ഒരു 3 മണിയാകുമ്പോ ആര് പറയാ? ക്യാമറയോ? ഗ്രാമ്പു സ്വല്പം പട്ട, ഒരുപാട് സവാള അരിഞ്ഞത് നമ്മൾ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നു. ഇനി അതിന് നമുക്ക് എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഇടുകയാണ്. സ്വല്പം ഉപ്പിടണം. മഞ്ഞപ്പൊടി, നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവനെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ ചിക്കൻ. അത് എന്തൊക്കെയാണ് ചേർത്തെന്നുള്ളത് നമുക്കിപ്പോൾ കേൾക്കാം. അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾ, മല്ലിയില, പുതിനയില, തൈര്, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ഇന്നലെ രാത്രിയിലേ വെച്ചിരുന്നു. ഓക്കെ, ഒരു ദിവസം ഇന്നലെ രാത്രി നമ്മൾ ഇതെല്ലാം അരപ്പെല്ലാം ചേർത്ത് ചിക്കനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് നമ്മൾ പുറത്ത് വെച്ചു. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കുക. ഒരു കഷ്ടിയുടെ ഉള്ളി അരിഞ്ഞ് ക്ഷീണിച്ച് അവശയായി. കൂടിരുന്ന ആൾ എണീറ്റ് പോയി. ഈ പുള്ളിക്ക് സമ്മാനം കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ ഞങ്ങള് ഉള്ളി ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്, ബിരിയാണിയുടെ മേളിൽ വിതറാനെ കൊണ്ട്. ഹലോ ഗായ്സ്, നമ്മുടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കന് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ കൂടെ വഴറ്റിയ ഉള്ളി മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ വേണ്ട ഉള്ളി വയറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഒരു സൈഡിൽ അടുപ്പ് കത്തിച്ച് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വേവിക്കാനുള്ള. നമ്മുടെ ഉള്ളി വേണ്ട നമ്മൾ വയറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബിരിയാണിയുടെ മേളിൽ ഇടാനുള്ളതാണ്. ഗായ്സ്, അങ്ങനെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ 2 പേരും അവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. ബിരിയാണിയാണോ അത് ബിരിയാണിയാണോ എന്തുവാണെന്ന് അറിയത്തില്ല ഗായ്സ്.
എന്റെ ദൈവമേ, യുദ്ധകളമായി അവസാനം ഉപ്പുള്ള കഞ്ഞി കുടിക്കണ്ട. നമ്മുടെ കിച്ചൺ യുദ്ധകളമായി മാറിക്കൊണ്ടിരിക്കും. ഒരു സ്പൂണും 2 സ്പൂണും വാളും പരിചയം മാത്രമേ കുറവുള്ളൂ, ബാക്കിയെല്ലാം എന്ത് സംഭവിക്കുക. എന്റെ അമ്മേ. എത്ര പേരാ നോക്കും, 2 പേര് കഴിഞ്ഞപ്പോ 3ാമത്തെ ആളായി. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു ബിരിയാണി യുദ്ധം, യുദ്ധക്കളം മാതിരിയായി. ഇതിന്റെ ടൈറ്റിൽ ഇടുന്ന ബിരിയാണി യുദ്ധം എന്ന് പോലെ ഇട്ടാണ്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ എത്ര പേരെ കണ്ടു? 3 പേരാണ്. 3 കിലോ അരിക്കുള്ള ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. 3 പേര്, ഓരോ കിലോയ്ക്ക് ഓരോ പേര്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മത്സര ബുദ്ധിയോട് കൂടിയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഞാൻ 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 എന്നിങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്. എന്തായി തീരും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അത് തന്നെ. എന്റെ സവാള കരിയുവോ ഇല്ലയോ ഇപ്പൊ കാണാം. കാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂടിന് പകരം തണുപ്പ് വീശിയായിരുന്നെങ്കിൽ. ഓ, തണുപ്പ് വീശിയായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ അങ്ങനെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചായ ഇട്ടു. ഞങ്ങള് ചിക്കൻ സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇതിനകത്തോട്ട് കോരിയത് എന്തുവാ കഴിവാ നിക്ക്. ചായ കുടി. ചിക്കൻ സമൂസ നിങ്ങൾക്ക് കാണാം. ഓണം കണ്ടോ കണ്ടോ, ഞങ്ങളിവിടെ കഷ്ടപ്പെടുന്നു, അവിടെ ചായ സമോസയും കയറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തേലും വിചാരമുണ്ടോ നമ്മളെ? അസൂയ അസൂയ അസൂയക്ക് മരുന്നില്ല. ചായ കുടി. എവിടെ കുടിക്കാം. ചായ കുടിക്കും. ഇനി കുടിക്കാനൊന്നും തള്ളാൻ തീർന്നു. എപ്പോഴേ കിട്ടി ബോധിച്ചു. അങ്ങനെ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി, സവാള വറുത്ത് കോരി, സവാള വറുക്കാനുള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ സവാള വറുത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കനകത്ത് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പോരാ, ആരോഗ്യം എത്ര പോരാ ഇളക്കാൻ. തിന്നുന്നതിന്റെ അത്രയും ഒരു ശുഷ്കാന്തി ഇളക്കുന്നവർ കാണിക്കുന്നില്ല. വരുന്നില്ല. ചിക്കൻ എന്നോട് എന്തോ ദേഷ്യം കാണിക്കുന്ന ഒരു ഉഷാറ് ഇളക്കുന്ന കാര്യത്തിലില്ല. അനങ്ങുന്നില്ലല്ലോ കോഴി. കോഴിയുടെ അല്ലാതെ ഇളക്കുന്ന കോഴിയുടെ കളി. അങ്ങനെ അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഗായ്സ്, നമ്മളങ്ങനെ ബിരിയാണി റൈസ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നമ്മൾ ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്ക, ആവശ്യത്തിന് ഉപ്പ് ഇവയും കൂടെ ചേർത്തിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കി ക്ഷീണിച്ചതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ല, ഇരിപ്പ് കണ്ടില്ല, എന്തൊരു കഷ്ടം, പാവം. രണ്ടാമത്തെ ആൾ വേണ്ട ഇവിടെ ഇരുന്ന് ചിക്കൻ സമോസയും ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അവസ്ഥ എന്തായാലും നമുക്ക് നോക്കാം. ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആവിയൊക്കെ വരുന്നു. നമുക്കിനി അവനെ ഒന്ന് ഇളക്കിയിടാമേ.
നമുക്ക് ഈ അരിയിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അടുത്ത കുക്കുംബർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തി സലാഡിനുള്ള ഒരുക്കങ്ങളാണ് ബ്ലസ്സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലസ്സിക്ക് ഇടത്ത കൈയാണ് വാക്ക് കേട്ടോ. ബുദ്ധിയുള്ളവർക്കാണ് ഇടത്ത കൈ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ബ്ലസ്സിയുടെ കാര്യത്തിൽ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ ചിക്കൻ്റെ കണ്ടീഷൻ നോക്കാം. ചിക്കന് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കിയിടാം. നമ്മുടെ അരി തേണ്ട ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഊറ്റി ചോറെടുക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ചോറ് ഓരോ ലെയറായിട്ടിട്ട് ആദ്യത്തെ ഒരു ലെയർ, അതിൻ്റെ മുകളിൽ ചിക്കൻ, വീണ്ടും ചോറ്, അതിൻ്റെ മുകളിൽ ചിക്കൻ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും ചോറിടണം. അത് ഞങ്ങൾ കാണിക്കാം. ഗൈസ്, നമ്മളതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഇടുകയാണേ. നമ്മൾ 3 കിലോ ബിരിയാണി റൈസാണ്. സെറ്റ് ചെയ്തിട്ട് വീണ്ടും അടുപ്പയിലോട്ട് കയറ്റി ഇനി നമുക്ക് അവനെ ദം ചെയ്യുകയാണ് അടുത്ത പരിപാടി. അടച്ചു വെക്കുക. മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ കനലിൽ നമ്മൾ അഡീഷണൽ തീ കൊടുക്കുന്നില്ല. ഈ കനലിൽ കിടന്ന് ഇതെന്ത് ദം ആയിക്കോളും. കുറച്ച് കനൽ വേണേൽ നമുക്ക് മുകളിലെടുത്തിടാം. സാധാരണ ഇതിൻ്റെ സൈഡൊക്കെ മൈദ കൊണ്ട് അടയ്ക്കാറുണ്ട്. നമ്മൾ വെയിറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഗായ്സ്, നമ്മളങ്ങനെ ബിരിയാണി റെഡിയായി പാത്രത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചു. കഴിക്കാനുള്ള ചോട്ടകളൊക്കെ റെഡിയാണ്. എരിയില്ലാത്ത ചമ്മന്തി ആക്കല. സൂപ്പർ സാധനമാണ്. വേണ്ടയോ? വേണമെങ്കിൽ കൊടുക്കണ്ട, മറ്റേ കൊടുക്ക്. ചോറ് കൊടുക്ക്. പിന്നെ സത്യം മാത്രമേ പറയുള്ളൂ. വെള്ളം എടുത്തു. സൂപ്പറാണോ? സൂപ്പർ, അടിപൊളി.
കൊച്ചു കൊച്ചിന്റെ ലാംഗ്വേജിലെ പറയത്തുള്ളൂ. എന്താ പറഞ്ഞ ശുപ്ര? ഇവൻ ശുപ്രാന്നോ ബിരിയാണി ശുപ്രാന്നോ? ബിരിയാണി ശുപ്ര.